53 മണി ജപം എന്നാണ് നാം ഈ ജപമാലയ്ക്ക് കൊടുക്കാറുള്ള വേറൊരു പേര്. പക്ഷേ എണ്ണി നോക്കുമ്പോൾ 53 അല്ല, 59 മണികളുണ്ട്. 53 പ്രാവശ്യം നാം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ബാക്കിയുള്ള 6 കർത്താവ് യേശു മിശിഹ നമ്മെ പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയാണ്. എല്ലാ ജപമാലയ്ക്കും ഒരു കുരിശുണ്ട്. ആ കുരിശ് നാം കയ്യിലെടുത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന കുരിശടയാളം വരച്ച് നാം ജപമാല ആരംഭിക്കുകയും ഈ കുരിശ് പിടിച്ചാണ് നാം വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം സ്വർഗസ്ഥനായി ചൊല്ലുന്നു വിശ്വാസം, പ്രത്യാശ, ഉപവി എന്ന പുണ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാം 3 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്നു. അതിനുശേഷം തൃത്വസ്തുതി ചൊല്ലുമ്പോൾ നാം വേറെ ഒരു മണിയും ഉപയോഗിക്കുന്നില്ല. നമ്മളുടെ വിരലുകൾ ഇവിടെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. അതിനുശേഷം ആദ്യത്തെ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ വലിയ മണി അല്ലെങ്കിൽ സ്വർഗസ്ഥനായ ചൊല്ലാൻ ഉപയോഗിക്കുന്ന ആ മണിമുത്ത് കൈകളിൽ സ്വീകരിച്ചുകൊണ്ട് നാം ആദ്യത്തെ ദൈവിക രഹസ്യത്തെപ്പറ്റി ധ്യാനിക്കുന്നു. അതിനുശേഷം സ്വർഗസ്ഥനായ എന്ന പ്രാർത്ഥന ചൊല്ലുന്നു. അതിനുശേഷമാണ് നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ചൊല്ലാനായിട്ട് നാം അടുത്ത ജപമണിയിലേക്ക് നമ്മളുടെ കൈകൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനിടയിൽ ഒരു സ്വാഭാവികമായൊരു സംശയം വരും. ഇതിൻ്റെ ഇടയിൽ വേറൊരു ചിലപ്പോൾ മാതാവിൻ്റെ രൂപമായിരിക്കാം, അല്ലെങ്കിൽ തിരുഹൃദയത്തിൻ്റേതായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഒരു പടം വെച്ചിട്ട് ഈ ഒരു ഒരു കണക്ഷൻ അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ഒരു ദൗത്യമില്ല. ഇത് ഈ ജപമണികളെ കൂട്ടിക്കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലോക്കറ്റ് മാത്രം. അതിനുശേഷം നമ്മൾ ആദ്യത്തെ 10 ജപമണികൾ നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന ചൊല്ലി ആദ്യത്തെ രഹസ്യം അവസാനിപ്പിക്കുന്നു. തൃത്വസ്തുതി വീണ്ടും 2 ജപമണികൾക്കിടയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും രണ്ടാമത്തെ രഹസ്യം. അങ്ങനെ ഈ 5 രഹസ്യങ്ങളും അവസാനിപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ ജപമാല നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ജപമാല എന്ന് പറയുന്നത് ആയുധം ആയ ജപമാല നാം ഉപയോഗിക്കണം. ഉപയോഗിച്ചില്ല എങ്കിൽ ഇത് മൂർച്ച കുറയാനും സൗന്ദര്യം കുറയാനുള്ള സാധ്യതയുണ്ട്. ആഭരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആഭരണമായിട്ട് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ആഭരണമായിട്ട് ഉപയോഗിച്ചാൽ അത് ഇടയ്ക്കൊരു ആയുധമാക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. ജപമാല കഴുത്തിൽ മാത്രം സൂക്ഷിക്കരുത്. ആഭരണം ഉപയോഗിക്കും തോറും അതിൻ്റെ മാറ്റു കുറയും, ഭംഗി കുറയും, സൗന്ദര്യവും കുറയും. അതുകൊണ്ട് ഇതിനെ ഒരാഭരണമായിട്ട് തരം താഴ്ത്തരുത് എന്ന് സ്നേഹത്തോടു കൂടെ ഓർമ്മിപ്പിക്കുക.